പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കൊരു സ്റ്റഡി ടൈം ടേബിൾ ഇല്ല, ഒരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റാക്കി തരുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ളതാണ് ഈ റീൽ മാക്സിമം സ്റ്റഡി ടൈം ടേബിൾ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ടിപ്സിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. മക്കളെ, ഞാൻ ആദ്യം 2-3 കാര്യം പറയാം. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ തന്നെ നിങ്ങൾക്കായിട്ട് ഒരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റാക്കുന്നതാണ്. ഞാനൊരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റാക്കി എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ്. അപ്പോൾ അത് നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ സെറ്റാക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുണ്ടാവും. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ തന്നെ നിങ്ങളുടെ സമയവും കാര്യങ്ങളും ബാക്കി ലെവലൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റാക്കുന്നതാണ്. ഇനി അങ്ങനെ സെറ്റാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനൊരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റാക്കി തരാം. അത് ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ അത് നിങ്ങളുടേതായ രീതിയിൽ എഡിറ്റൊക്കെ വരുത്തിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ സ്റ്റഡി ടൈം ടേബിൾ യൂസ് ചെയ്യാം. ഒരു സ്റ്റഡി ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിർബന്ധമായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഒന്ന്, നിങ്ങൾക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ നിങ്ങൾ 3 കാറ്റഗറി ആക്കി മാറ്റണം. ഈസി, മീഡിയം, ടഫ്. ഈസി സബ്ജക്റ്റ് ഏതൊക്കെ, മീഡിയം സബ്ജക്റ്റ് ഏതൊക്കെ, ടഫ് സബ്ജക്റ്റ് ഏതൊക്കെ എന്ന് 3 കാറ്റഗറി ആക്കി മാറ്റാം. പിന്നെ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് 7.5 hours സ്ലീപ്പ്, 7 മണിക്കൂർ നിങ്ങൾ നിർബന്ധമായിട്ട് ഉറങ്ങിയിരിക്കണം. ആ ഉറക്കം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഒന്നുകിൽ നിങ്ങൾ രാത്രി 10 മുതൽ 5:30 വരെയോ അല്ലെങ്കിൽ 10:30 മുതൽ 6 വരെയുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യുക, ഉറങ്ങാനായിട്ട് മാറ്റി വെക്കുക. 7.5 hours 7 മണിക്കൂർ ഉറങ്ങാനായിട്ട് മാറ്റി വെക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല, രാവിലെ 1 മണിക്കൂറും രാത്രി 2 മണിക്കൂർ നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. രാവിലെയും രാത്രി നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. രാവിലെ നിങ്ങൾ റിവിഷൻ ടൈമും രാത്രി നിങ്ങൾ സ്റ്റഡി ടൈമുമാണ്. രാത്രി പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വിഷയം പഠിക്കരുത്. അതിനെ 3 പാർട്ടാക്കി മാറ്റുക. 45 മിനിറ്റുള്ള 3 പാർട്ടാക്കി മാറ്റിയിട്ട് ആ ഓരോ പാർട്ടിലും ഓരോ സബ്ജക്റ്റ് വീതം പഠിക്കുകയും ഓരോ 45 മിനിറ്റ് കഴിഞ്ഞാലും 5 മിനിറ്റ് വീതം നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രേക്ക് കൊടുക്കുകയും ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എനിക്കൊരു സ്റ്റഡി ടൈം ടേബിൾ വേണമെന്ന് മെസ്സേജ് അയച്ചോ, അല്ലെങ്കിൽ ഐ വാണ്ട് എ സ്റ്റഡി ടൈം ടേബിൾ എന്ന് മെസ്സേജ് അയച്ചോ, ഞാൻ എന്ത് ചെയ്യാം, സെറ്റാക്കി തരാം കേട്ടോ. കമൻറ്റ് ചെയ്യല്ല വേണ്ടത്. nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഐ വാണ്ട് സ്റ്റഡി ടൈം ടേബിൾ എന്ന് മെസ്സേജ് അയച്ചോ, ഞാൻ ബാക്കി കാര്യങ്ങൾ സെറ്റാക്കി തരാം. അപ്പോൾ സ്റ്റഡി ടൈം ടേബിൾ ആഗ്രഹിക്കുന്ന മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ റീൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.